ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. വരുന്ന ഫെബ്രുവരി 15 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ട്രെയിലറിന്റെ ഗ്ലോബൽ ലോഞ്ച് ഇന്നായിരുന്നല്ലോ അബുദാബിയിൽ വെച്ച് വിദേശത്ത് വെച്ച് നടന്നത്. രാഹുൽ സദാശിവത്തിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഒരു ഹൊറർ ത്രില്ലർ സിനിമ കൂടിയായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കഥയുമായിട്ട് എത്തുന്ന ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ട്രെയിലറിന് എല്ലായിടത്തു നിന്നും ഇതിനോടൊക്കെ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമയിലെ ഏറ്റവും അവസാനത്തെ ആ ഒരു ട്രെയിലറിന്റെ അവസാനത്തെ ഭാഗത്തെ മമ്മൂക്കയുടെ ചിരിയെല്ലാം തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇതിനോടൊക്കെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ പേടിപ്പെടുത്തുന്ന ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയായിരിക്കും ബ്രഹ്മയുഗം എന്ന് കൂടി ട്രെയിലർ കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകരെ മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. പക്ഷേ അമിത പ്രതീക്ഷയോടെ സിനിമ കാണരുത് എന്നാണ് മമ്മൂക്കയുടെ ട്രെയിലർ ലോഞ്ചിന് ശേഷമുള്ള വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നിങ്ങൾ ശൂന്യമായ മനസ്സോടുകൂടി സിനിമ കാണാനായിട്ട് വരൂ എന്നാണ് മമ്മൂക്ക അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും അമിത പ്രതീക്ഷയും ഒന്നും തന്നെ ബ്രഹ്മയുഗം എന്ന സിനിമയുടെ കാര്യത്തിൽ വയ്ക്കരുത്. ട്രെയിലർ കാണുമ്പോൾ പല മുൻവിധികളും പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും. കഥാപാത്രങ്ങൾ പേടിപ്പിക്കുമെന്നൊക്കെ തോന്നിപ്പിക്കാം. എന്നാൽ അത്തരത്തിലുള്ള ഒരു മുൻവിധികളും സിനിമയെക്കുറിച്ച് വയ്ക്കരുത്. ഒരു പ്രതീക്ഷയും ഇല്ലാതെ തിയേറ്ററുകളിൽ സിനിമ കാണാനായിട്ട് എത്തൂ എന്ന് കൂടിയാണ് മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത്. ട്രെയിലർ കണ്ട് ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത്. സിനിമ കണ്ടതിന് ശേഷം അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാനായിട്ടാണ് താൻ ഇത് പറയുന്നത് എന്ന് കൂടിയാണ് മമ്മൂക്ക ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മമ്മൂക്കയും സിനിമയുടെ അണിയറ പ്രവർത്തകരും ചിത്രത്തിന് വേറെ ലെവൽ അമിത പ്രതീക്ഷകളിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ആ ഒരു ട്രെയിലർ ലോഞ്ചിന് ശേഷമുള്ള മമ്മൂക്കയുടെ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ മോളിവുഡിന്റെ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ വാലിബൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ആദ്യഘട്ടം മുതലുള്ള മലിക്കോട്ടെ വാലിബന്റെ ലാലിറ്റൻ സിനിമയുടെ തെറ്റായ പ്രൊമോഷൻ രീതിയാണ് സിനിമ നമ്മുടെ പ്രേക്ഷകരെ നിരാശപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന നിലയിൽ അല്ലാതെ സിനിമയുടെ പോസ്റ്ററുകൾ ഒരു അവാർഡ് സിനിമയുടെ രീതിയിൽ അണിയിച്ചൊരുക്കിയിരുന്നെങ്കിൽ ആദ്യഘട്ടം മുതൽ അണിയിച്ചൊരുക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ റിലീസിന് ശേഷമുള്ള സിനിമയുടെ റിസൾട്ട് തന്നെ മാറിയനെ. ലാലിറ്റൻ സിനിമയെക്കുറിച്ച് മുത്തശ്ശി കഥ എന്ന് പറഞ്ഞെങ്കിൽ പോലും അപ്ഡേറ്റ് ആയി എന്ന പ്രതീക്ഷ ലിജോയും സിനിമയുടെ അണിയറ പ്രവർത്തകരും ചെയ്ത സിനിമയുടെ പോസ്റ്ററുകളെല്ലാം തന്നെ ഒരു ബ്രഹ്മാണ്ഡ ഫീൽ നൽകിയപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനിലേക്ക് ആനയിക്കുന്ന, അതിലുപരി നെഗറ്റീവിലേക്ക് ആനയിക്കുന്ന മലിക്കോട്ടെ വാലിബനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ മലിക്കോട്ടെ വാലിബന് സംഭവിച്ചത് ഇവിടെ മമ്മൂക്കയുടെ പ്രമേയുഗത്തിന് സംഭവിക്കാതിരിക്കാൻ തന്നെയാണ് മമ്മൂക്ക തന്നെ അങ്ങനെ ഒരു വാക്കുകൾ ഇതിനോടകം തന്നെ ട്രെയിലർ ലോഞ്ചിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ കേട്ട് റിസൾട്ടിനായിട്ട് കാത്തിരിക്കൂ. കൂടുതൽ ബ്രഹ്മയുഗം വാർത്തകൾ കേട്ട്